Guys, today's mini vlog is we are going to practice എന്ത് ചെയ്യാൻ പോകുന്നത് ബിയർഡ് ആൻഡ് ഹെയർ എന്ത് കട്ട് ചെയ്യാൻ പോകുന്നത് ഇറ്റാലിയൻ ബിയർഡ് ആൻഡ് ലോ ഫേഡ് ഇറ്റാലിയൻ ബിയർഡ് ആൻഡ് ലോ ഫേഡ് ഇപ്പം അവൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നേരെ ഇറ്റാലിയൻ ബിയർഡ് ആൻഡ് ലോ ഫീഡ് അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളേജിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു മുഴുവീട്ട് കടയിലോട്ട് പോവുക. കാരണം രാവിലെ വന്നപ്പോൾ ക്ലാസ്സിൽ ആരും ഇല്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു മണാലി ട്രിപ്പ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും പിന്നെ അവിടെ ഒരാൾ വെട്ടുന്നു. പിന്നെ നമുക്ക് അവിടെ നിൽക്കാനൊന്നും വയ്യാത്തതുകൊണ്ട് നമ്മൾ നേരെ തൊട്ടടുത്ത് തന്നെ NSS കോളേജ് ഉണ്ട്, അതിൻ്റെ അടുത്തുള്ളൊരു മുഴുവീട്ട് കടയിലോട്ട് പോയി. ഈ പള്ളിയാണെങ്കിൽ നമ്മൾ കുറേ നാളായിട്ട് കാണുന്നത് ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. ഞങ്ങൾ പഠിക്കാൻ വന്നപ്പോൾ തൊട്ട് ഇപ്പോൾ ഒരു 4ാമത്തെ വർഷം 3 വർഷമായിട്ട് ആ പണി അവിടെ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. എന്നിട്ട് നേരെ അകത്തോട്ട് കയറി നമ്മുടെ ബായ്ക്കൊരു ഹായ് ഒക്കെ കൊടുത്തിട്ട് നേരെ അങ്ങോട്ട് കയറി അവൻ മുടി വെട്ടാനായിരുന്നു. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ, ഞാനും കൂടി താടിക്കെട്ട് എന്തെങ്കിലും ചെയ്യണോ, കാരണം നാളെ മണാലിക്ക് പോകണല്ലോ. പിന്നെ ലാസ്റ്റ് ഞാനും പിന്നെ ആ കസേര കയറിയിരുന്ന് എനിക്ക് വെട്ടിയേക്കാന്ന് ഓർത്ത് താടി മീൻസ് ട്രിം ചെയ്തേക്കാന്നൊക്കെ ഓർത്ത് അങ്ങോട്ട് കയറിയിരുന്ന് അപ്പോഴാണിത് അവൻ പല്ലും കടിച്ചുകൊണ്ടിരിക്കുന്നതാണ് അർജുൻ. പിന്നെ അതെല്ലാം കഴിഞ്ഞ് ഇറങ്ങി. ഗൈസ് എങ്ങനെയുണ്ട് എൻ്റെ പുതിയ സ്റ്റൈൽ? ഇതാണ് ഞാൻ ചെയ്തത്. പിന്നെ ഇത് അവൻ്റെ സ്റ്റൈൽ, അവൻ്റെ ഇറ്റാലിയൻ ബിയർഡ് ആൻഡ് ലോ ഫീഡ് ഇതാണ് അവൻ്റെ സ്റ്റൈൽ. പിന്നെ നമ്മൾ പുറത്തോട്ട് ബായോട്ടൊരു താങ്ക് യു ഒക്കെ പറഞ്ഞ് നമ്മൾ പോയിട്ട് വരാം, മണാലിക്ക് പോയിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ കൊടുത്തിട്ട് നേരെ പുറത്തിറങ്ങിയവനോട് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം ഭയങ്കര അത്ഭുതം. കാരണം അവൻ കൊള്ളാമെന്ന് പറഞ്ഞു. സാധാരണ എന്ത് ഞാൻ നല്ലത് ചെയ്താലും കൊള്ളത്തില്ലെന്ന് പറയുന്ന ഒരുത്തനാണ് ഇവൻ. എന്ത് നല്ലത് ചെയ്താലും